ജീവിതത്തിൽ എങ്ങനെ വ്രതമായിട്ട് അത് കൊണ്ടാടാൻ പറ്റും? അത് ഈ രണ്ട് കാര്യമാണ്. നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പം ആചാര്യന്മാരെല്ലാം നിത്യജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോവും. അതുപോലെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ, ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങ് പറയണം. നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവഭാവത്തിലേക്ക് വരണമെങ്കിൽ ഈ പ്രകൃതിയുടെ ദൈവഭാവം, അതാണ് ദൈവഭാവം, അതാണ് ദൈവകാരണം. അപ്പോൾ ദൈവമെന്ന് പറയുന്ന പദം വെറുതെ ഉണ്ടായതല്ല. ദിവത്തിന് കാരണമായിരിക്കുന്ന ആ ദ്രവ്യ വ്യൂഹാവസ്ഥയെയാണ് ദൈവം, ദ്രവ്യം, ദിവസം എന്നൊക്കെ പറയുന്ന എല്ലാം ഒറ്റ ചരലിൽ കിട്ടിയ പദങ്ങളാണ്. അപ്പോൾ ആ ദിവകാരണ ശക്തി 6 പ്രതിഭാസങ്ങളാണ്. ആ 6 ദ്രവ്യശക്തികളാണ് 6 ഋതുക്കളെ സൃഷ്ടിക്കുന്നത്. ഷഡ്ഭാവങ്ങളെ സൃഷ്ടിക്കുന്നതിന് കാരണം ഋതുക്കളാണ്. അപ്പോൾ ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന ആ 6 ഭാവങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഷഡ് ഋതുക്കളെ സൃഷ്ടിക്കുന്നത് 6 ദ്രവ്യ വ്യൂഹങ്ങളാണ്. അതിനെയാണ് ദിവകാരണശക്തി, ദൈവശക്തി എന്ന് പറയുന്നത്. പ്രകാശവേഗത്തിൽ മിന്നിമറയുന്ന 6 ദിവശക്തികൾ ചേർന്നതാണ് ഒരു ദിവസം. അതാണ് 6 ദൈവശക്തികൾ. അതിനെയാണ് ബഹുദൈവികത എന്ന് പറയുന്നത്. ബഹുജൈവികതയ്ക്ക് കാരണമായിരിക്കുന്ന ആ ദ്രവ്യ അവസ്ഥയാണ് ബഹുദൈവികത. അപ്പോൾ അതിൻ്റെ സമയക്രമം നമ്മൾ ആസ്വദിക്കാൻ പറ്റില്ല. ആ പറയുന്ന സമയക്രമത്തിൽ നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഉദയത്തിന് 4 മണിക്കൂർ മുമ്പ് ഉണരണം. അതാണ് ബ്രഹ്മമുഹൂർത്തം. ഈ അന്തരീക്ഷം ഡാർക്ക് എനർജിയിൽ നിന്നും വൈറ്റ് എനർജിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, ഈ ഭൂമിയുടെ ഉപരിതലം, നമ്മളുടെ ദേഹവുമെല്ലാം ഒരുപോലെ ഡാർക്ക് എനർജിയിൽ നിന്നും വൈറ്റ് എനർജിയിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ് പ്രഭാതം. ഉദയം വരെയുള്ള 4 മണിക്കൂർ. അപ്പം ജന്തുലോകം, മാതൃലോകം ഉണർന്നിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ബ്രഹ്മശക്തിയെ നമുക്ക് ആർജിക്കാൻ പറ്റുള്ളൂ. ആ എനർജിയെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ബ്രഹ്മശക്തിയെ എടുക്കാതെയാണ് നമ്മളുടെ പുതുതലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദയത്തിന് ശേഷം 4 മണിക്കൂറുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് സാത്വികി എന്ന് പറയുന്ന എനർജിയാണ്, സത്വഗുണത്തെ അനുഭവിക്കുന്ന ഗുണം. അപ്പോൾ ഉദയത്തിന് 4 മണിക്കൂർ മുമ്പ് ഉണരണം, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ഉണർന്നതിന് ശേഷം 4 മണിക്കൂറിനുള്ളിൽ പ്രഭാത ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ട് ബ്രഹ്മശക്തിയുടെ ആ 8 മണിക്കൂർ അങ്ങനെയാണ്. ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ, ഉദയത്തിന് ശേഷമുള്ള 4 മണിക്കൂർ, അതാണ് ബ്രഹ്മശക്തി ഉദിച്ച് നിൽക്കുന്ന സമയം. അത് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അജ്ഞാനികളാകും. നമുക്ക് ജീവിതത്തിൽ അർത്ഥങ്ങളുണ്ടാവില്ല, അനർത്ഥങ്ങളെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട എല്ലാം ചെയ്യേണ്ടത് രാവിലെ ആ ബ്രഹ്മമുഹൂർത്തത്തോട് ചേർന്നിട്ടില്ല. ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂറും ഉദയത്തിന് ശേഷമുള്ള 4 മണിക്കൂറുമാണ് ബ്രഹ്മശക്തി ഉണർന്നിരിക്കുന്ന സമയം. ആ സമയത്ത് നമ്മൾ ഉണരുകയും പഠിക്കുകയും എല്ലാം ചെയ്യും. അതിനുശേഷമാണ് പിന്നെ നമുക്ക് ക്രിയാശക്തിക്ക് പ്രാധാന്യമുള്ള 8 മണിക്കൂർ വരുന്നത്. ഇപ്പോൾ രാവിലെ 10:30 കഴിഞ്ഞെന്നാൽ ഈ ക്രിയാശക്തിക്ക് പ്രാധാന്യമുള്ള സമയമാണ്. രാവിലെ 10:30 ഏകദേശം പഠിക്കാനുള്ള എളുപ്പത്തിനാണ്. ഉദയം കഴിഞ്ഞിട്ട് 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ക്രിയാശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയം വരും. ആ സമയം 8 മണിക്കൂർ അത് മുന്നോട്ട് പോകാം. ഇപ്പോൾ രാവിലെ 10:30 മുതൽ 4 മണിക്കൂർ 2:30 വരെ അത് അഗ്നിയുടെ ആ പ്രാധാന്യത്തിലാണ്, വൈറ്റ് എനർജിയുടെ പ്രാധാന്യത്തിലാണ് പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അസ്തമയം വരെയുള്ള 4 മണിക്കൂർ, അതായത് 6:30 വരെയുള്ള സമയം, അതാണ് നമ്മളുടെ ക്രിയാശക്തി ഉണർന്നിരിക്കേണ്ട സമയം. ഇപ്പം നമ്മൾ പ്രവൃത്തിയെ ചെയ്യേണ്ട സമയം, നമ്മൾ ക്രിയ ചെയ്യേണ്ട സമയമാണ് ഈ അസ്തമയം വരെയുള്ള സമയം. അത് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ഇച്ഛാശക്തി, നമ്മൾ ഉറങ്ങേണ്ട സമയമാണ്. ഇച്ഛാശക്തിയുടെ 8 മണിക്കൂറാണ് നമ്മൾ അഡ്മിറ്റ് ആയി കൊടുക്കുന്നത് ഈ ഡാർക്ക് എനർജിയിൽ. അപ്പോൾ ലൈറ്റുകളൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് 8 മണിക്കൂർ ഉറങ്ങിയാൽ ബോധത്തോട് കൂടിയിട്ട് 8 മണിക്കൂർ ജ്ഞാനശക്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആത്മശക്തിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാനും കഴിയും. നമുക്ക് പ്രപഞ്ചത്തെ പഠിക്കുവാനും അത് വേദ്യമാക്കി നമുക്ക് നല്ല പ്രവൃത്തിയെ ചെയ്യുവാനും 16 മണിക്കൂർ നമുക്ക് ഉപകരിക്കും. ഇതല്ല, ഈ സമയം തെറ്റിച്ചാണ് നമ്മുടെ ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് അർത്ഥങ്ങൾ നഷ്ടപ്പെടും, അലക്ഷ്യമാകും. ലക്ഷ്യീകരിപ്പിക്കുന്നത് ലക്ഷ്മിയാണ്.
ഇപ്പോൾ ലക്ഷ്യീകരിപ്പിക്കുന്ന ലക്ഷ്മിയുടെ സമയം ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂറാണ്. ആ സമയത്ത് എഴുന്നേറ്റില്ലെങ്കിൽ അലക്ഷ്യമായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. പൊതിച്ചോറില്ലാതെ യാത്ര ചെയ്യുന്ന പോലെ ഇരിക്കും. പതയമില്ലാത്ത യാത്രയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പകുതി വഴി വരെ എത്തുകയുള്ളൂ. വിശന്ന് തളർന്ന് നമ്മൾ വീണു പോകും. വീഴാതിരിക്കണമെങ്കിൽ ബ്രഹ്മശക്തിയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്ന 8 മണിക്കൂറിലെ എനർജി എടുത്തുകൊണ്ട് 8 മണിക്കൂർ ക്രിയാശക്തിയെ ചെയ്തുകൊണ്ട് നമ്മൾ 8 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നു. ഇച്ഛാശക്തിയുടെ സമയത്ത്, മനസ്സിൻ്റെ സമയത്ത് മനസ്സ് ആത്മശക്തിയെയും ക്രിയാശക്തിയെയും, അതായത് ആത്മാവിനെയും ശരീരത്തെയും ഡിസ്കണക്ട് ചെയ്തുകൊണ്ട്, വിഭജിച്ചുകൊണ്ട്, വേർതിരിച്ചുകൊണ്ട് മനസ്സ് നമ്മളുടെ 16 മണിക്കൂറത്തെ ഓഡിയോയും വീഡിയോയും എല്ലാം ഡിലീറ്റ് ചെയ്ത് അടുക്കി പെറുക്കി വെച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ്, ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുക. എന്തിനു വേണ്ടി? നല്ല രീതിയിൽ ഉണർന്നിരിക്കുക. അത് നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്തല്ല കിടക്കേണ്ടത്, ഉറങ്ങേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്തല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിനെല്ലാം പ്രകൃതിയുടെ ഒരു ടൈം ടേബിളുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഭക്ഷണം, വാത പിത്ത കഫ എന്ന് പറയുന്ന ത്രിദോഷത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഭക്ഷണം. അത് ഔഷധിയായിരിക്കണം. ആ ഔഷധി സേവിച്ചില്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റാതെ ഔഷധം സേവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഔഷധം മാത്രം സേവിച്ച് നമുക്ക് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരും. നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷമുള്ളതാണെങ്കിൽ അത് നമുക്ക് വിഷമാവസ്ഥയ്ക്ക് കാരണമാകും. അപ്പോൾ ആഹാരത്തിന് പകരം നമുക്ക് ഔഷധം മാത്രം സേവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് നമ്മളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സുഖത്തെ മുഴുവൻ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമുക്ക് കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നത് എല്ലാം, സ്പർശിക്കുന്നതെല്ലാം വേദനയെ തരുന്നതാവും. അപ്പോൾ സുഖം എന്ന് പറയുന്നത് ഒരു സഖ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അഗ്നി, ആകാശം, മണ്ണ്, ജലം, സസ്യലോകം, ജന്തുലോകം എന്നിവ ചേർന്ന ആ 6 ഋതുശക്തികളെ സമ്മാനിക്കുന്ന വൈഭവമാണ് നമുക്ക് ഈ സുഖം എന്ന് പറയുന്ന സൗഖ്യത്തെ ഏകുന്ന ആ സഖ്യം. ആ സഖ്യത്തിൻ്റെ സമയത്തിനനുസരിച്ച് നമ്മളുടെ ഋതുചര്യകളെ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് അസുഖകരമായിട്ടുള്ള, അശുഭകരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകും. ശരീരത്തിൻ്റെയും മണ്ണിൻ്റെയും എല്ലാം വിഷാവസ്ഥയെ നീക്കുന്ന, വിഷമാവസ്ഥയെ നീക്കുന്ന രീതിയിലല്ല നമ്മളുടെ ഭക്ഷണമെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ വലിയ ദുരന്തത്തിലേക്ക് പോകും. മണ്ണ് റീചാർജ് ചെയ്ത് ശുദ്ധമായിട്ട് നിന്നില്ലെങ്കിൽ, ജലത്താൽ സേവ ചെയ്ത് ശുദ്ധീകരിച്ചില്ലെങ്കിൽ, ആ മാധവ സ്വഭാവം മണ്ണിനില്ലെങ്കിൽ, 5ാമത്തെ ഭൂതമായ മണ്ണ് പവിത്രമല്ലെങ്കിൽ 6ാമത്തെ ഭൂതമായിരിക്കുന്ന അർബുദം തലപൊക്കും. നല്ല വായുവിനാൽ, നല്ല ജലത്താൽ ഈ മണ്ണിനെ മുഴുവൻ വിഷാംശങ്ങളിൽ നിന്നും, ശിവൻ്റെ ഖണ്ഡത്തിൽ എങ്ങനെയാണോ പാർവതി പൊത്തിപ്പിടിച്ച് ശിവനെ വിഷാംശത്തിൽ നിന്നും രക്ഷിച്ചത്, അതുപോലെ ജലത്താൽ സേവ ചെയ്തുകൊണ്ട് നല്ല പരിശുദ്ധമായിരിക്കുന്ന പച്ചവെള്ളത്താൽ, പരിശുദ്ധമായിരിക്കുന്ന ജലത്താൽ, പഴച്ചാറിനാൽ, നല്ല പാലിനാൽ, നല്ല ദ്രവ്യങ്ങളാൽ നമ്മൾ ഈ ശരീരത്തെയും ഈ മണ്ണിനെയും സംരക്ഷിച്ചില്ല എങ്കിൽ, നല്ല നദികളാൽ സംരക്ഷിച്ചില്ല എങ്കിൽ നമ്മൾ 5ാമത്തെ ഭൂതത്തെ മലീമസപ്പെടുത്തിയാൽ 6ാമത്തെ ഭൂതം തലപ്പൊക്കും. 6ാമത്തെ ഭൂതമായിരിക്കും പ്രത്യക്ഷമാകുക. ആ അർബുദത്തെ തടുക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവുകയില്ല. അതാണ് ദിനചര്യ ചെയ്യേണ്ട കാര്യം. ഈ നമ്മളുടെ 6th സെൻസ് ബ്രെയിനാണ്. ആ ബ്രെയിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ 6ാമത്തെ ഭൂതമായിരിക്കുന്ന അർബുദം സ്ഥാനം പിടിക്കും. അതിന് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ശിവരാത്രി. അപ്പോൾ ശിവരാത്രി വ്രതം നോക്കുന്ന ഒരാൾ തലേദിവസം ഒരിക്കൽ ഇരുന്നൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരിക്കൽ മുതൽ അതിൻ്റെ ആ വ്രതത്തിൻ്റെ അവസാന ഘട്ടം വരെയുള്ള ദിനചര്യ ഒരാളിനെ കുറിച്ച് വീട്ടിൽ ചെയ്യേണ്ട കാര്യവും സ്വന്തമായി ചെയ്യേണ്ട കാര്യവും ആഹാര നിഹാരങ്ങളുടെ കാര്യവും കൂടെ ഒന്ന് വളരെ ഒരു ഒറ്റ ഇതിൽ ഒന്ന് പറയാൻ പറ്റും. ചന്ദ്രദ്വൈവാരത്തിലെ ത്രയോദശി ചതുർദശിക്കുമിടയിൽ സൂര്യഗ്രഹണത്തോടു കൂടിയിട്ടുള്ള സമയം, സൂര്യ സംക്രമ സമയം എന്ന് പറയും. നിത്യഗ്രഹണമാണ് ആ സമയം എന്ന് നമ്മൾ അറിയണം. അങ്ങനെയുള്ള സമയത്താണ് ശിവരാത്രി. ഇതിൻ്റെ സാധ്യതകൾ, ഇതിൻ്റെ സയൻസ്, ഇത് നമ്മൾ പഠിക്കും. അത് സംസാരിക്കണമെങ്കിൽ കുറച്ച് സമയമുണ്ട്. പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ജലം കുംഭത്തിലെ ജലം പോലെ, കുടത്തിലെ ജലം പോലെ പരിശുദ്ധമായിരിക്കുന്ന ജലമായിട്ടുള്ള മാറുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ കിണറുണ്ട്, കിണറിലെ വെള്ളം ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ അത്രയും ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ആ അശുദ്ധിക്ക് ഒരു സാധ്യതയുണ്ട്. വെള്ളം എപ്പോഴും ഭൂഗർഭത്തിലേക്ക് പോകും തോറും, ശിവനിലേക്ക് ചേരും തോറും ആ ജലം പവിത്രീകരിക്കപ്പെടും, ജീവസുറ്റതായിരിക്കും. കുംഭത്തിലെ ജലം പോലെ അത്രയും പവിത്രമായിരിക്കും. പാർവതി അത്രയും ജീവനെ ജനിപ്പിക്കുവാൻ ശ്രേഷ്ഠയാവും.
അങ്ങനെയുള്ള ആ കുംഭമാസത്തിൽ ജീവനെ കുംഭത്തിൽ വഹിക്കുവാൻ ശേഷിയുള്ള ജന്തുലോകത്തെ ജനിപ്പിക്കുന്ന ആ മാതൃത്വത്തിൻ്റെ വൈഭവത്തിലേക്ക് പാർവതി എത്തുന്ന സമയത്ത് നമ്മളുടെ ജീവിത വ്രതങ്ങളെല്ലാം ജീവനെ പുതുജീവനെ ജനിപ്പിക്കുന്ന വസന്തത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ മാർഗത്തിലാണ് മീനസംക്രമത്തിൽ, കുംഭം മീനസംക്രമത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ എന്നുള്ള ഒരു ബോധ്യം നമ്മളിലുണ്ടാകുന്നത്. ജന്തുലോകം സസ്യലോകത്തിനൊപ്പം ശക്തി വർദ്ധിക്കുന്ന സമയമാണ് മീനം മേടമാസം. ഈ സസ്യലോകത്തിൻ്റെ ഒപ്പം ജന്തുലോകത്തിന് ശക്തി വർദ്ധിക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് വസന്തം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. ആ വസന്തം എന്ന് പറയുന്ന പ്രതിഭാസത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ കുംഭമാസത്തിലെ ശിവരാത്രി നാൾ മുതലാണ് ഒരു സ്ത്രീ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള മാതാവാകുന്നത്. മാതൃത്വത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ശരിക്കും പ്രാപ്തയാകുന്നത്, അവളിലേക്ക് മാതൃത്വം ഈ പ്രകൃതി സമ്മാനിക്കുന്നത് കുംഭമാസത്തിലെ ശിവരാത്രി മുതലാണ്. കുംഭം മീനം മേടമാസത്തിലാണ്. അപ്പോൾ മനുഷ്യർക്ക് എല്ലായ്പ്പോഴും ഒരുപോലെയല്ല ശാരീരിക അവസ്ഥകളെല്ലാം, മാനസികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മനസ്സ് ആനന്ദിക്കുന്ന മാതാവാകാനായിട്ട് ഈ പ്രകൃതി നമ്മളെ അണിയിച്ചിരിക്കുന്ന ആ സമയമാണ് ശിവരാത്രി നാൾ. ആ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് നല്ല തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള മാതൃലോകത്തിൻ്റെ വ്രതമാണ്. നമ്മളുടെ ശരീരത്തിൻ്റെയും നമ്മളുടെ ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെയും നമ്മളുടെ കുട്ടികളുടെ ശരീരത്തിൻ്റെയും കാവൽക്കാർ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ആ മാതൃലോകം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മണ്ണിനെയും നമ്മളുടെ ദേഹത്തെയും ദേശത്തെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട്, ശുദ്ധീകരിച്ചുകൊണ്ട്, പവിത്രീകരിച്ചുകൊണ്ട്, നമ്മൾ ജലസേവയെ ചെയ്തുകൊണ്ട് ഈ വ്രതകാലം ആ നമ്മളുടെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മുഴുവൻ വിഷാവസ്ഥയിൽ നിന്നും ഈ പ്രപഞ്ചത്തെയും നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫുഡും നല്ല ദ്രവ്യങ്ങളും നല്ല ദ്രവ്യവിശേഷങ്ങളും എല്ലാമായിട്ട് ആ വ്രതകാലം അനുഷ്ഠിക്കുന്നു. ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കും, രാവിലെ പ്രാതൽ മാത്രം കഴിച്ചിട്ട് നമ്മൾ അന്ന് ഭക്ഷണം കഴിക്കാതെ ജലത്താൽ ശരീരത്തെ ശുദ്ധീകരിച്ച് പവിത്രീകരിക്കുകയാണ്, ജലസേവയെ ചെയ്തുകൊണ്ട്. എങ്ങനെ ശിവങ്കല് ധാരയെ ചെയ്യുന്നോ അത്രയും ധാരയെ ചെയ്തുകൊണ്ട്, എത്ര ദീപത്തെ തെളിക്കുന്നോ അത്രയും ജ്ഞാനത്തെ പകർന്നുകൊണ്ട് നമ്മൾ ആത്മബോധത്തിലൂടെ നമ്മളുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്, നമ്മളുടെ മനസ്സിനെ പവിത്രീകരിക്കുന്ന പ്രക്രിയയാണ് ശിവരാത്രി. ഒരു മാതാവാകാൻ, മാതൃലോകത്തിലേക്ക് എത്താൻ, ഒരു പിതാവാകാൻ എല്ലാം ഏറ്റവും പ്രകൃതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസം. മക്കൾക്ക് വേണ്ടിയിട്ട്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് വ്രതം നോക്കുന്ന നിമിഷം എന്ന് വേണം പറയാം ശിവരാത്രി. അത്രയും പവിത്രമായിട്ടുള്ള ആ ശിവരാത്രി നാളിലേക്ക് എല്ലാവർക്കും ഈ ഭൂമിയുടെ പേരിൽ, ജലത്തിൻ്റെ പേരിൽ എല്ലാം